ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റിയിലെ ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് സെക്കൻഡ്. ഇന്ത്യ ആസ് കോളനി. ഇന്ത്യ ഒരു കോളനി ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയെ കോളനികളായിട്ടും നാട്ടുരാജ്യങ്ങളായിട്ടും തരംതിരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ആസ് കോളനി ഭരണമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഓരോ ഭാഗങ്ങളാക്കി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവരുടെ ഭരണം എളുപ്പമാക്കാൻ വേണ്ടി ഇന്ത്യയെ പല കോളനികളാക്കി ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തിൽ ബ്രിട്ടീഷ് ഭരണം ഏതൊക്കെ രീതിയിലായിരുന്നു എന്നും ഇന്ത്യയിലെ കോളനി ഭരണം എത്രത്തോളം നമ്മൾക്ക് ഇന്ത്യയിലെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അങ്ങനെ ഒരുപാട് റീഫോംസുകളെ കുറിച്ചും ബ്രിട്ടീഷ് ഭരണ രീതിയെക്കുറിച്ചൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്. ഞാൻ ആ ഫസ്റ്റ് ടോപ്പിക് അവിടെ എഴുതിയിട്ടിരുന്നില്ല, അതാണ് ഇപ്പോൾ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന സബ്ജക്റ്റിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ്. ഇന്ത്യൻ സമൂഹം കൊളോണിയൽ പീരിയഡിൽ. ഇന്ത്യൻ സൊസൈറ്റീസ് ഞാൻ എഴുതിയിരുന്നു, സൊസൈറ്റി എന്ന് മതി കേട്ടോ. ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെന്റ്, ദ സയന്റിഫിക് ആൻഡ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ which spanned the period between the 14th and 18th century. The French Revolution of 1789 and the Industrial Revolution dealt a delay below to the age-old feudal system of monarchy and church in Europe. അതായത് the period of enlightenment, the scientific കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? എൻലൈറ്റ്മെന്റ് കാലഘട്ടം, ജ്ഞാനോദയ കാലഘട്ടം എന്ന് തൊട്ട് എന്ന് വരെ 14ാം നൂറ്റാണ്ട് മുതൽ 14th century to 18th century, 14ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ടുകൾക്കിടയിലുള്ള ശാസ്ത്ര വാണിജ്യ വിപ്ലവങ്ങളും. ഏതൊക്കെ വിപ്ലവങ്ങളാണ് ആ നൂറ്റാണ്ടുകളിൽ നടന്നത്? കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ ആൻഡ് സയന്റിഫിക് റെവല്യൂഷൻ. അപ്പൊ ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയ കാലഘട്ടത്തിൽ 14-18 നൂറ്റാണ്ടുകളിലെ ജ്ഞാനോദയ കാലഘട്ടത്തിൽ ശാസ്ത്രീയവും വാണിജ്യപരമായിട്ടുള്ള വിപ്ലവങ്ങൾ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയ കാലഘട്ടത്തിലെ സയന്റിഫിക് ആയിട്ടും കൊമേഴ്ഷ്യൽ ആയിട്ടുമുള്ള റവല്യൂഷൻ ഇന്ത്യയിൽ ഏത് നൂറ്റാണ്ടിൽ നടത്തപ്പെടുകയുണ്ടായി? 14ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലും ഇന്ത്യയിൽ നടത്തപ്പെടുകയുണ്ടായി. ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789, 1789 ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം എന്നീ യൂറോപ്പിലെ രാജവാഴ്ചയ്ക്കും സഭയ്ക്കും മാരകമായ പ്രഹരമേൽപ്പിച്ചു. 1789 ഫ്രഞ്ച് വിപ്ലവവും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും യൂറോപ്പിലെ ചർച്ച് എന്ന് പറഞ്ഞ സഭ എന്നാണ്. ചർച്ച് ഇൻ യൂറോപ്പ് എന്നാ പറയുന്നത്. ചർച്ച് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ സഭയ്ക്ക് പ്രഹരമേൽപ്പിച്ചു. നമുക്കറിയാം
ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് നൂതന ആശയങ്ങൾ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കയറി വന്നത്. ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയങ്ങൾ, ഐഡിയോളജി രൂപപ്പെടാൻ കാരണം ഫ്രഞ്ച് റവല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ 1789 ഉണ്ടായ ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഏതിന് പ്രഹരമേൽപ്പിച്ചു എന്നാ പറയുന്നത്? യൂറോപ്പിലെ സഭകൾക്ക് പ്രഹരമേൽപ്പിക്കുന്നതിന് കാരണമായി. അതേപോലെ തന്നെ ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയ കാലഘട്ടത്തിൽ 14-18 നൂറ്റാണ്ടുകളിൽ ജ്ഞാനോദയ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായും വാണിജ്യപരമായിട്ടുള്ള റവല്യൂഷനും ഉണ്ടാകുന്നതിനും കാരണമായി. ഇതാണ് അതിലെ ആദ്യത്തെ പാരഗ്രാഫിലൂടെ പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫില് ദ മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് which was an outcome of industrial revolution created a need for raw material that drove the European country in search of market and colony around the world. അതേപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ വൻതോതിലുള്ള ചരക്കുകളുടെ ഉൽപാദനം ലോകമെമ്പാടുമുള്ള വിപണികളും കോളനികളും തേടി യൂറോപ്യൻ രാജ്യങ്ങളെ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകതയെ ബാധിച്ചു. ദ മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വിച്ച് വാസ് ആൻ ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ created a need for raw material that drove the European country in search of market and colony around the world. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായി ഉണ്ടായ വൻതോതിലുള്ള മാസ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ, ചരക്കുകളുടെ ഉൽപാദനം. അപ്പോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി വലിയ തോതിലുള്ള ചരക്കുകളുടെ ഉൽപാദനം എന്തിനു വഴിവെച്ചു എന്നാണ് പറയുന്നത്? ലോകമെമ്പാടുമുള്ള വിപണികളിലും കോളനികളിലും തേടി യൂറോപ്യൻ രാജ്യങ്ങൾ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി വൻതോതില് ആരേനെ ആശ്രയിച്ചിരുന്നു? കോളനികളെയും അതേപോലെ തന്നെ പിന്നെന്താണ്, വിപണികളെയും ആശ്രയിച്ചു. അപ്പോ ദ മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വിച്ച് വാസ് ആൻ ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി, വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി വൻതോതിലുള്ള ചരക്കുകളുടെ ഉൽപാദനം ലോകമെമ്പാടുമുള്ള വിപണികളും കോളനികളും തേടി അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങള് ആരേനൊക്കെ ആശ്രയിച്ചു? വിപണികളെയും കോളനികളെയും ആശ്രയിച്ചു. ഏതിന്റെ ഭാഗമായി? വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി. വ്യാവസായിക വിപ്ലവത്തിന്റെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ചരക്കുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മറ്റു കോളനികളെയും വിപണികളെയും ആശ്രയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് അസംസ്കൃത പദാർത്ഥങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു, യൂറോപ്യൻ കൺട്രികളിലേക്ക് ഒഴുകിയിരുന്നു. ആ അസംസ്കൃത മെറ്റീരിയൽസുകളാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഹൈ പ്രൈസിന് നമ്മളെ കൊണ്ട് തന്നെ മേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഉൽപാദനത്തിന്റെ തോത് വർദ്ധിക്കുന്നതിന് വേണ്ടി, അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രികൾ കോളനികളെയും മറ്റു വിപണികളെയും ആശ്രയിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മെനി സഫറിംഗ് യൂറോപ്യൻ countries set sail in search of rich and territory to colonies. അതേപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും സമ്പത്തും പ്രദേശങ്ങളും തേടി കോളനിവൽക്കരിക്കാൻ പുറപ്പെട്ടു. Many suffering European countries set sail in search of rich and territories to colonies. അതായത് പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ സമ്പത്തും പ്രദേശങ്ങളും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ
രാജ്യങ്ങളുടെ വിസ്തൃതി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? പല രാജ്യങ്ങളെയും കോളനിവൽക്കരിപ്പിക്കാൻ, കോളനികളാക്കാൻ ശ്രമിച്ചു. ആൻഡ് ദെൻ ദ ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് സെറ്റപ്പ് ട്രേഡിംഗ് പോസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ ദ 17th century. 17ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ, പിന്നെ ഏതാണ്, പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര് എന്നിവർ ഇന്ത്യയിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ഇന്ത്യയെ അവരുടെ ഒരു വിപണിയായിട്ടാണ്, സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു കമ്പോളമായിട്ടാണ് യൂറോപ്യന്മാർ ഇന്ത്യയെ കണ്ടത്. ഇവിടെയുള്ള, കാരണം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം റിസോഴ്സിനാൽ, വിഭവങ്ങളാൽ അനുഗ്രഹീതമായ രാജ്യമായിരുന്നു. അപ്പൊ ഇവിടെയുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് മൊത്തം കൊണ്ടുപോകുന്നതിന് വേണ്ടി, എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെയാണ് ഇന്ത്യയെ ഒരു വിപണിയായിട്ട് 17ാം നൂറ്റാണ്ടിൽ കണ്ടത്? ഡച്ചുകാരും, പോർച്ചുഗീസുകാരും, ഫ്രഞ്ചുകാരും, ഇംഗ്ലീഷുകാരും അവരുടെ വ്യാപാരത്തിനുള്ള ഒരു വിപണിയായിട്ട് 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ കണ്ടു എന്നാണ് പറയുന്നത്. In the working of the Mughal Empire, the weakening The weakening of the Mughal Empire and many unstable India state made it easy for the British to establish their rule. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മുഗൾ സാമ്രാജ്യത്തിന്റെയും അസ്ഥിരരായ നിരവധി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ദുർബലത ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് എളുപ്പമാക്കി. അതായത് നിരവധി വീക്കനിങ് ഓഫ് ദ മുഗൾ എംപയർ, മുഗൾ ഭരണത്തിന്റെയും, അതായത് ദ വീക്കനിങ് ഓഫ് ദ മുഗൾ എംപയർ ആൻഡ് മെനി അൺസ്റ്റേബിൾ ഇന്ത്യൻ സ്റ്റേറ്റ് മെയ്ഡ് ഇറ്റ് ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു എസ്റ്റാബ്ലിഷ് ദയർ റൂൾ. ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം എളുപ്പമാക്കാൻ കാരണമായത് എന്താ? മുഗൾ ഭരണത്തിന്റെ വീക്കനിങ്, ദുർബലത. മുഗൾ ഭരണത്തിന്റെ ദുർബലതയും അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ മുഗൾ ഭരണത്തിന്റെ ദുർബലതയും ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കൂടുതൽ എളുപ്പമായി. ദ വീക്കനിങ് ഓഫ് ദ മുഗൾ എംപയർ, മെനി അൺസ്റ്റേബിൾ ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ദുർബലതയും മുഗൾ ഭരണത്തിന്റെ ദുർബലതയും ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം കൂടുതൽ എളുപ്പമാക്കാൻ ഇന്ത്യയിൽ സാധിച്ചു. It was after the revolt of 1857, but the East India Company was dissolved in 1858 and India come formally and directly under the rule of British Crown. അങ്ങനെ 1857 കലാപത്തിന് ശേഷമാണ് 1857 കലാപത്തിന് ശേഷമാണ് 1838 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടത്. ഇറ്റ് വാസ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപത്തിന് ശേഷം 1858 ഏത് പിരിച്ചുവിട്ടു എന്നാ പറയുന്നത്? 38 അല്ല കേട്ടോ, 58 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടു. It was after revolt of 1857. 1857 കലാപത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഡിസോൾവ്ഡ് ഇൻ 1858. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? പിരിച്ചുവിട്ടു. മാത്രമല്ല അതിലൂടെ ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ കൂടുതൽ സംജാതമാകുന്നതിനും കാരണമായി. ഇതാണ് അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിലായിട്ട് പറയുന്ന കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ് എന്ന ടോപ്പിക്കില് ഫസ്റ്റ് 2 പാരഗ്രാഫാണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ ഷോർട്ടായി ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക. ഇനി അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, എന്തൊക്കെ ചേഞ്ചുകളാണ്. അതായത് ബ്രിട്ടീഷ് ഭരണം, വി ടേക്ക് സിംഫോണിക് വ്യൂ ഓഫ് സം ഓഫ് ദ ചേഞ്ച്. ചില മാറ്റങ്ങൾ, ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ചില മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. അതെന്തൊക്കെ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.
എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിലൂടെ ഇവിടെ ഉണ്ടായത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, as the British plundered India by taking away its riches and used it as a market for its goods, economy suffered badly and poverty increased. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്തു? കൊള്ളയടിച്ചതോടുകൂടി സമ്പദ് വ്യവസ്ഥ തകരുകയും ദാരിദ്ര്യം വർദ്ധിക്കുകയും ബ്രിട്ടന്റെ യന്ത്രനിർമ്മിത വസ്തുക്കളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ ഇന്ത്യൻ കരകൗശല വ്യവസായം എന്ത് ചെയ്യപ്പെടുകയും ചെയ്തു? തകരുകയും ചെയ്തു. As the British plundered India by taking away its riches and used it as market for its good, economy suffered badly and poverty increased. അതായത് ബ്രിട്ടീഷുകാര് അവർ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചതിനാൽ, പ്ലണ്ടേഡ് കാരണം എന്താ? കൊള്ളയടിച്ചതോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്തായി? തകരുകയും മാത്രല്ല ഇവിടെ എന്ത് വർദ്ധിച്ചു? ദാരിദ്ര്യം വർദ്ധിക്കുന്നതിനും കാരണമായി. As the British plundered India by taking away riches and used it as a market for its good, economy suffered badly and poverty. ദാരിദ്ര്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ ദാരിദ്ര്യം. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തോടെ ഇന്ത്യക്ക് കിട്ടിയ സമ്മാനം എന്താണ്? ദാരിദ്ര്യാണ്. കാരണം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ എക്കോണമി തകരുകയും അത് എന്ത് വർദ്ധിക്കാൻ കാരണമായി? ദാരിദ്ര്യം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. And then second point, agriculture based economy went through many changes. Cash crop were introduced and revenue on land was standardized for the colonial masters. അതായത് കൃഷി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയി. കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയും കൊളോണിയൽ കാലഘട്ടത്തിൽ നാണ്യവിളകൾ അവതരിപ്പിക്കുകയും ഭൂമിയിൽ നിന്നുള്ള വരുമാനം മാനദണ്ഡമാക്കുകയും ചെയ്തു. അഗ്രികൾച്ചർ ബേസ്ഡ് എക്കോണമി വെന്റ് ത്രൂ മെനി ചേഞ്ചസ്. കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയി. അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്കോണമി നിരവധി മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയും മാത്രല്ല നാണ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഭൂമിയിൽ നിന്നുള്ള വരുമാനം അതിനെ മാനദണ്ഡമാക്കുകയും ചെയ്തു. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ആണ്, ഇന്ത്യ ആൾസോ സെവർ ഫാമിൻ വേർ മില്യൺ ലോസ്റ്റ് their lives. However, modern medicine and health care was also introduced by the British. ഇന്ത്യ ആൾസോ സെവർ ഫാമിൻ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കടുത്ത ക്ഷാമം ഇന്ത്യയിൽ അനുഭവപ്പെട്ടു. ഇന്ത്യ ആൾസോ സെവർ ഫാമിൻ വേർ മില്യൺ ലോസ്റ്റ് their lives. ഒരുപാട് ആളുകളുടെ മരണത്തിന് വഴിയൊരുക്കിയ ക്ഷാമം ഇന്ത്യയിൽ നേരിടുകയും മാത്രമല്ല എങ്കിലും മോഡേൺ മെഡിസിനും ആധുനിക വൈദ്യശാസ്ത്രവും ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണവും ബ്രിട്ടീഷുകാർ പുതുതായി അവതരിപ്പിച്ചു. ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തില് ഇന്ത്യയിൽ വലിയൊരു ക്ഷാമം നേരിട്ടു. അങ്ങനെ ക്ഷാമം നേരിട്ടപ്പോൾ ഒരുപാട് ആളുകളുടെ മരണത്തിന് അത് വഴിവെക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തു പരീക്ഷിച്ചു? മോഡേൺ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ, ആധുനിക മെഡിക്കൽ ഫെസിലിറ്റികളും ഹെൽത്ത് കെയറും ഇവിടെ ആരും സ്റ്റാർട്ട് ചെയ്തു എന്നാ പറയുന്നത്? ബ്രിട്ടീഷുകാര് സ്റ്റാർട്ട് ചെയ്തു. ഏത് സമയത്ത്? ഇവിടെ വരൾച്ച നേരിട്ട സമയത്ത്. ഇന്ത്യ ആൾസോ സോ സെവർ ഫാമിൻ വിച്ച് മില്യൺ ലോസ്റ്റ് their lives. ഇന്ത്യയില് ക്ഷാമം നേരിട്ടപ്പോ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് നടപ്പാക്കി? മെഡിക്കൽ ഫെസിലിറ്റി, മോഡേൺ മെഡിസിനും ഹെൽത്ത് കെയറും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. And then next point, modern rule of law in the form of new penal code was introduced by the British. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ പുതിയ ശിക്ഷാ നിയമത്തിന്റെ രൂപത്തിൽ ആധുനിക നിയമവാഴ്ച അവതരിപ്പിച്ചു. ന്യൂ പേനൽ കോഡ്,
ന്യൂ പാനൽ കോഡ് പറഞ്ഞാൽ പുതിയ ശിക്ഷാരീതികൾ. മോഡേൺ റൂൾ ഓഫ് ലോ പുതിയ നിയമങ്ങൾ. മോഡേൺ റൂൾ ഓഫ് ലോ ഇൻ ദ ഫോം ഓഫ് എ ന്യൂ പാനൽ കോഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ പുതിയ ശിക്ഷാ നിയമത്തിന്റെ രൂപത്തിൽ ആധുനിക നിയമവാഴ്ച അവതരിപ്പിച്ചു. ന്യൂ പാനൽ കോഡ് ആധുനിക നിയമവാഴ്ച അഥവാ പുതിയ ശിക്ഷാ നിയമങ്ങൾ ഇന്ത്യയില് തുടക്കം കുറിച്ചതും ആരെന്നെയാണ്? ബ്രിട്ടീഷുകാരാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, many social reform become possible with legal jurisdiction like abolition of sati, rising of marriageable age, education for women. എന്നാൽ പിന്നെന്തൊക്കെയാണ്? മെനി സോഷ്യൽ റീഫോം ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിനും വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിനും സതി നിർത്തലാക്കുന്നതിനൊക്കെ ബ്രിട്ടീഷ് ഭരണം കാരണമായി എന്നാണ് പറയുന്നത്. മെനി സോഷ്യൽ റീഫോം ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ലീഗൽ ജുറിഡിക്കേഷൻ ലൈക്ക് ഏതൊക്കെയാണ്? അബോളിഷൻ ഓഫ് സതി, സതി നിർത്തലാക്കി. റൈസിംഗ് ഓഫ് മാരേജബിൾ ഏജ്, മാരേജ് വിവാഹത്തിന്റെ പ്രായം ഉയർത്തി. ശൈശവ വിവാഹങ്ങൾ ഒഴിവാക്കി, ബാലവിവാഹങ്ങൾ ഒഴിവാക്കി. അതിലൂടെ വിവാഹപ്രായം ഉയർത്തി. എഡ്യൂക്കേഷൻ ഫോർ വുമൺ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിലൂടെ നേടിയെടുത്ത കാര്യങ്ങളാണ്. ആൻഡ് അതിലൊരു പോയിന്റും കൂടി പറയാനുണ്ട്. മോഡേൺ എഡ്യൂക്കേഷൻ വാസ് ലഞ്ച്ഡ് ആസ് എ പോളിസി അഡ്വക്കേറ്റഡ് ബൈ ലോർഡ് മെക്കാളെ ഫസ്റ്റ് പുട്ട് ഫോർത്ത് ഇൻ 1835. 1835 ലോർഡ് മെക്കാളയുടെ നേതൃത്വത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിനും തുടക്കം കുറിച്ചു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നതിനും കാരണമായി. ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആധുനിക വിദ്യാഭ്യാസം അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരോട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ ജനതയോട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആധുനിക വിദ്യാഭ്യാസം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നടപ്പാക്കിയത്. പക്ഷെ അത് പിന്നീട് നമ്മളിലേക്ക് അറിവ് പകരുന്നതിനും നൂതന ആശയങ്ങൾ ഉയർന്നു വരുന്നതിനും കാരണമായി തീരുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങളായിട്ട് എടുത്തു പറയാനുള്ളത്. അതേപോലെ തന്നെ പിന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും നടപ്പാക്കി. മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലഗ്രാഫ്, ടെലിഫോണ്, റെയിൽവേ, ഇതൊക്കെ 1909 ഇന്ത്യൻ റെയിൽവേ 1909 റെയിൽവേ ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1909 ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ചരക്കുകൾ ബ്രിട്ടീഷുകാർക്ക് തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നടപ്പാക്കി. മാത്രല്ല ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കുക, കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടെലഗ്രാഫും റെയിൽവേയും ഒക്കെ 1909 നടപ്പാക്കി. കൂടാതെ മോഡേൺ ഇൻഡസ്ട്രി വെയർ ഇൻട്രൊഡ്യൂസ്ഡ്, ആധുനിക വ്യവസായശാലകൾ ഇവിടെ തുടങ്ങി. ഇൻഡസ്ട്രിയലൈസേഷനും അർബണൈസേഷനും ഒക്കെ ആരംഭിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റിനും തുടക്കം കുറിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ആരുടെയൊക്കെ നേതൃത്വത്തില്? മഹാത്മാഗാന്ധി, തിലക്, പണ്ഡിറ്റ് നെഹ്റു ഇവരുടെയൊക്കെ നേതൃത്വത്തില് ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിനും കാരണമായി. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ് എന്ന ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ആദ്യം നമ്മൾ അവരുടെ ഭരണ രീതിയെ കുറിച്ചും മാത്രല്ല ആ ഭരണ രീതിയിൽ ഉണ്ടായ ഏതൊക്കെ യൂറോപ്യൻസ് ആണ് ഇവിടെ ആ കാലഘട്ടത്തിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പോയിന്റുകളായിട്ട് പറഞ്ഞത്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, അതായത് കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഡോളജിക്കൽ വ്യൂസുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അപ്പോൾ
മെയിൻ ടോപ്പിക് ഇതാണ്. ഇതിന്റെ സബ് പോയിന്റ് ആണ് കേട്ടോ ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ. The need to govern people of various ethnic groups and different cultures created urgency in the European rulers to study life and culture of the ruled. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ the need to govern people. പീപ്പിൾസിനെ ഇവിടെ the need to govern peoples people of various ethnic group and different cultures created the urgency in the European rulers to study the life and cultures of the ruled. അതായത് വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളിലെയും വ്യത്യസ്ത സംസ്കാരങ്ങളിലെയും ആളുകളെ ഭരിക്കേണ്ടതിന്റെ ആവശ്യകത, ഭരിക്കുന്നവരുടെ ജീവിതത്തെയും സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള യൂറോപ്യൻ ഭരണാധികാരികളെ സൃഷ്ടിക്കാൻ കാരണമായി. The need to govern people of various ethnic groups and different cultures created urgency in the European rulers study life and cultures of the world. അതായത് വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളിലെയും അതേപോലെ തന്നെ പിന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിലെയും ആളുകളെ ഭരിക്കേണ്ടതിന്റെ ആവശ്യകത, ഭരിക്കപ്പെടുന്നവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കാനുള്ള അടിയന്തരമായി യൂറോപ്യൻ ഭരണാധികാരികളെ സൃഷ്ടിച്ചു. അപ്പോ യൂറോപ്യൻ ഭരണാധികാരികളെ സൃഷ്ടിക്കാൻ കാരണമായത് എന്താണ്? വംശീയ വിഭാഗങ്ങളെയും വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളിലെയും വ്യത്യസ്ത സംസ്കാരങ്ങളിലെയും ആളുകളെ ഭരിക്കേണ്ടതിന്റെ ആവശ്യകത, ഭരിക്കുന്നവരുടെ ജീവിതത്തെയും സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള പെട്ടെന്നുള്ള യൂറോപ്യൻ ഒരു ആവശ്യകതയാണ് പെട്ടെന്ന് ആരെ സൃഷ്ടിക്കാൻ കാരണമായത്? യൂറോപ്യൻ ഭരണാധികാരികള് ഭരണം നടത്താൻ കാരണമായത്. The need to govern people of various ethnic groups and different cultures created urgently European rulers. Urgently എന്താ? പെട്ടെന്ന് യൂറോപ്യൻ റൂളേഴ്സ് ഉണ്ടാകാൻ കാരണമായത് എന്താണ് അവിടെ പറയുന്നത്? അതായത് വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളിലെയും വ്യത്യസ്ത സംസ്കാരങ്ങളിലെയും ആളുകളെ ഭരിക്കേണ്ടതിന്റെ ആവശ്യകത, ഭരിക്കുന്നവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കാനുള്ള ഇതാണ് ഏതിന് കാരണമായത്? പെട്ടെന്ന് യൂറോപ്യൻ ഭരണാധികാരികളെ സൃഷ്ടിക്കാൻ കാരണമായത്. And then Bernard Cohn 1958 argues that the British Orientalist study of Indian language was important to the colonial project of control and command. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റുകളുടെ ഇന്ത്യൻ ഭാഷാ പഠനം കൊളോണിയൽ നിയന്ത്രണത്തിന്റെയും ആജ്ഞയുടെയും പദ്ധതിക്ക് പ്രാധാന്യമായിരിക്കുമെന്ന് ബെർണാഡ് കോൺ വാദിക്കുന്നു. ബെർണാഡ് കോൺ എന്ന ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് 1968 എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റുകളുടെ ഇന്ത്യൻ ഭാഷാ പഠനം കൊളോണിയൽ നിയന്ത്രണത്തിന്റെയും ആജ്ഞയുടെയും പദ്ധതിക്ക് പ്രാധാന്യമായിരുന്നു എന്ന് ബെർണാഡ് കോൺ വാദിക്കുന്നു. Bernard Cohn argues that British Orientalist study of Indian language was important to colonial project to control and command. അതായത് ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റുകളുടെ ഇന്ത്യൻ ഭാഷാ പഠനം കൊളോണിയൽ നിയന്ത്രണത്തിന്റെയും ആജ്ഞയുടെയും പദ്ധതിക്ക് പ്രാധാന്യമായിരുന്നു എന്ന് ആര് വാദിച്ചു? ബെർണാഡ് കോൺ വാദിച്ചു. അതേപോലെ തന്നെ പിന്നീട് എന്താണ് അവിടെ പറയുന്നത്? College at Fort William in Calcutta was established with the specific goal of training young administrative officers in Sanskrit and other Indian language also cultures. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? സംസ്കൃതത്തിലും
മറ്റ് ഇന്ത്യൻ ഭാഷകളിലും സാൻസ്ക്രിറ്റിലും മറ്റ് അതർ ലാംഗ്വേജുകളിലും സംസ്കൃതത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും സംസ്കാരത്തിലും യുവഭരണ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് കൽക്കട്ടയിലെ ഫോർട്ട് വില്യംസ് കോളേജ് സ്ഥാപിച്ചത്. അപ്പോ സംസ്കൃതത്തിലും സാൻസ്ക്രിറ്റിലും മറ്റ് ഭാഷകളിലും പുതിയ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു കോളേജ് എവിടെ സ്ഥാപിച്ചത്? കൽക്കട്ടയിൽ. കോളേജ് അറ്റ് ഫോർട്ട് വില്യം ഇൻ കൽക്കട്ട. അതായത് സംസ്കൃതത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും സംസ്കാരത്തിലും യുവ ഭരണ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൽക്കട്ടയിലെ ഫോർട്ട് വില്യംസ് കോളേജ് സ്ഥാപിതമായി. അപ്പോൾ സംസ്കൃതത്തിലും മറ്റ് ഇന്ത്യൻ ലാംഗ്വേജുകളിലും അറിവ് നേടുക, ഉദ്യോഗസ്ഥരിൽ അറിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൽക്കട്ടയിലെ ഏത് കോളേജ് സ്ഥാപിതമായത്? ഫോർട്ട് വില്യം കോളേജ് അറ്റ് ഫോർട്ട് വില്യം സ്ഥാപിതമായത്. ഇതാണ് അതിലെ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. ഇനി അതിലെ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അതായത് ശ്രദ്ധിച്ചോളൂ. In the post-Battle of Plassey period 1757, we find growing knowledge of Persian, Sanskrit and vernacular text among the British administrators that enabled comparative analysis of the society and culture of India. അതായത് പ്ലാസി യുദ്ധാന്തരം എന്ന് 1757 പ്ലാസി യുദ്ധാന്തരം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കിടയിൽ പേർഷ്യൻ, സംസ്കൃതം, പ്രാദേശിക ഭാഷാ ഗ്രന്ഥങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അറിവ് വളരുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻ ദ പോസ്റ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി പീരിയഡ് 1757 പ്ലാസി യുദ്ധാന്തരം we find growing knowledge of Persian, Sanskrit, vernacular text among the British administrators that enabled the comparative analysis of society and culture of India. 1757 പ്ലാസി യുദ്ധാനന്തരം ബ്രിട്ടീഷുകാരിൽ ഏതിന്റെ നോളജ് വർദ്ധിച്ചതായി കാണാന്നാ പറയാ? എന്തിലൊക്കെ ഉള്ള അറിവാണ് വർദ്ധിച്ചത്? പേർഷ്യൻ ലാംഗ്വേജും സാൻസ്ക്രിറ്റും അതേപോലെ തന്നെ പിന്നെ ഏതാണ് മറ്റ് പ്രാദേശിക ഭാഷകളിലൊക്കെ ഉള്ള അറിവ് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം. The depth and range of India's history, philosophy and religion come to be known through the translation that were now being attempted by early scholars. അതേപോലെ തന്നെ ഏതൊക്കെ ഭാഷകളിലാണ് സ്കോളേഴ്സുകൾ ഉയർന്നു വന്നത്? സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? തത്വചിന്തകര്. ഏതൊക്കെ ഭാഷകളിൽ? അതായത് ദ ഡെപ്ത് ആൻഡ് റേഞ്ച് ഓഫ് ഇന്ത്യാസ് ഹിസ്റ്ററി, അതായത് ചരിത്രം, തത്വചിന്ത, അതേപോലെ റിലീജിയൻ എന്നിവയുടെ ആഴവും വ്യാപ്തിയും അറിയാൻ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? നോവൺ ത്രൂ ട്രാൻസ്ലേഷൻ ദാറ്റ് വെർ നൗ ബീയിങ് അറ്റംപ്റ്റഡ് ബൈ ഏർലി സ്കോളേഴ്സ്. അതായത് ആദ്യകാല പണ്ഡിതന്മാർ എന്തിനാണ്? വിവർത്തനങ്ങൾക്ക് ശ്രമിച്ചു. എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട്? ഇന്ത്യയുടെ ചരിത്രവും തത്വചിന്തവും മതവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യകാല സ്കോളേഴ്സ് വിവർത്തനത്തിന് ശ്രമിച്ചിരുന്നു. ദ ഡെപ്ത് ആൻഡ് റേഞ്ച് ഓഫ് ഇന്ത്യാസ് ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രം, ഫിലോസഫി, തത്വചിന്ത, റിലീജിയൻ, മതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കോളേഴ്സ് എന്തിന് ശ്രമിച്ചു? ട്രാൻസ്ലേഷൻ, പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു. ഭാഷ പരിവർത്തനം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. Alexander Dove, the first translate the Persian history of India. അലക്സാണ്ടർ ഡോവ് ആണ് ആദ്യത്തെ ട്രാൻസ്ലേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഹിസ്റ്ററി ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യൻ ഹിസ്റ്ററിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. Arriving at the understanding of Hinduism also realized limitation of not
referring to the original text of Hinduism written in Sanskrit. അതേപോലെ തന്നെ സംസ്കൃതത്തിൽ എഴുതിയ ഹിന്ദു മതത്തിന്റെ മൂല്യഗ്രന്ഥങ്ങളെ പരാമർശിക്കുന്നതിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഹിന്ദുയിസം എഴുതിയിരുന്നത് ഏതിലായിരുന്നു? സംസ്കൃതത്തിലായിരുന്നു. അപ്പൊ അതിനെയും എന്തിനേക്ക് ശ്രമിച്ചു? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ ചരിത്രവും ഫിലോസഫിയും റിലീജിയനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സ്കോളേഴ്സ് ട്രാൻസ്ലേറ്റിന് ശ്രമിച്ചിരുന്നു. അലക്സാണ്ടർ ഡ്രോവ് പേർഷ്യൻ ഹിസ്റ്ററിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ സംസ്കൃതത്തില് ഹിന്ദുയിസത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതും എന്ത് ചെയ്യപ്പെട്ടു? അതിന്റെ ടെക്സ്റ്റും ഹിന്ദുയിസത്തിന്റെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾക്ക് ഫോളോവിങ് ആർ സം ഓഫ് ദ അസംപ്ഷൻ ദാറ്റ് ഇൻഡോളജിസ്റ്റ്, അതായത് ഇൻഡോളജിസ്റ്റ് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട അസംപ്ഷൻസ് ഏതൊക്കെയാണ്? 3 അസംപ്ഷൻസ് ആണ് ഇൻഡോളജിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത്. പ്രധാനമായും 3 അസംപ്ഷൻസ് ആണ് ഇൻഡോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആർ മസ്റ്റ് ഗോ ബാക്ക് ടു ദ sacred book that were written during ancient time, both the philosophical and cultural tradition of India. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്. ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ മഹത്തായ, പാസ്റ്റ് പറഞ്ഞാൽ ഭൂതകാലം. അപ്പൊ ഇന്ത്യക്ക് ഒരു മഹത്തായ ഭൂതകാലം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ പുരാതന കാലത്ത് എഴുതപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. ഇന്ത്യക്കൊരു മഹത്തായ ഭൂതകാലം ഉണ്ടായിരുന്നു. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കണമെങ്കിൽ എഴുതപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ വേരൂന്നിയതാണ്. അപ്പോ ഇൻഡോളജിസ്റ്റുകൾ ഫോളോ ചെയ്തത്, അപ്പോ മക്കളെ നിങ്ങൾ ഇതിൽ 3 പോയിന്റ് നന്നായിട്ട് പഠിക്കണത്. 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻഡോളജിസ്റ്റുകൾ ഫോളോ ചെയ്തത് എന്തൊക്കെയാണ്? ഇന്ത്യക്ക് ഒരു മഹത്തായ ഭൂതകാലം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലേക്ക് വേരൂന്നണം എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ദിസ് ancient book reveals the real ideas for Indian culture and society. ഈ പുരാതന ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെയും സമൂഹത്തിന്റെ യഥാർത്ഥ ആശയങ്ങളെ വെളിപ്പെടുത്തുന്നു. ദിസ് ancient book, ഈ പുരാതന ഗ്രന്ഥങ്ങള് റിയൽ ഐഡിയ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിന്റെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നു. അപ്പൊ ഈ ancient book എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഈ പുരാതന ഗ്രന്ഥങ്ങളാണ്. ഈ ancient ബുക്കുകളാണ് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഇൻഡോളജിസ്റ്റ് ഫോളോ ചെയ്യുന്ന 3ാമത്തെ അസംപ്ഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി സെറ്റ് അപ്പ് ടു എൻകറേജ് ദ സ്റ്റഡി ഓഫ് ancient ഇന്ത്യൻ ടെക്സ്റ്റ് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് പോയട്രി. അതേപോലെ തന്നെ പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്കൃതം, പേർഷ്യൻ സാഹിത്യം, കവിത എന്നിവ പഠിപ്പിക്കുന്നതിനുമായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി സെറ്റ് അപ്പ്, സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ പുരാതന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതേപോലെ തന്നെ പിന്നെന്തിനാണ്? ഇന്ത്യയുടെ പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്കൃതവും പേർഷ്യൻ ലിറ്ററേച്ചറും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു സ്ഥാപനം സ്ഥാപിക്കണം. ഇത്രയും പോയിന്റുകൾ, ഈ 3 പോയിന്റാണ് ഇൻഡോളജിസ്റ്റുകൾ ഫോളോ ചെയ്യുന്ന അസംപ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇതാണ് ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യയുടെ ഇൻഡോളജിക്കൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരിയഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സെക്കൻഡ് യൂണിറ്റിലെ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോളനി കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. അതിലെ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫും അതേപോലെ തന്നെ ഈ ടോപ്പിക്കിൽ വരുന്ന സബ് പോയിന്റ് ആണ് മിഷനറീസ് ഇൻ ഇന്ത്യ. മിഷനറീസ് ഇൻ ഇന്ത്യയും
അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതിൽ മിഷനറീസ് ഇൻ ഇന്ത്യയാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പോൾ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യയിൽ 2 പോയിന്റ് വരും. മിഷനറീസ് ഇൻ ഇന്ത്യ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും ഉണ്ടാവും. അതിൽ നമുക്ക് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. The aim of the British colonial interest in studying the traditional Indian society proved useful in laying the foundation for further studies of Indian society. ബ്രിട്ടീഷ് കൊളോണിയലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുക എന്നതായിരുന്നു. The aim of British colonial interest in studying traditional Indian society proved useful in laying the foundation for further studying of Indian society. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുക എന്നതായിരുന്നു ഏതിന്റെ ലക്ഷ്യം? ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ ലക്ഷ്യം. അപ്പൊ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ ലക്ഷ്യം? അതായത് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള കൊളോണിയലിസ്റ്റുകളുടെ വീക്ഷണം അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുക എന്നതായിരുന്നു. The emphasis of the studies was on how to govern India better. After the arrival of the British, knowledge of Indian society began to develop very rapidly from 1750 onwards. അതേപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് അടിത്തറയിടുന്നതിൽ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കപ്പെടുകയും അതേപോലെ the emphasis of the studies was how to govern India better. Arrival of the British, knowledge of Indian society began to develop very rapidly from 1716 onwards. അതായത് ഇവിടെ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് കൂടുതൽ പഠനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയെ മികച്ച രീതിയിൽ ഭരിക്കാം എന്നതായിരുന്നു അവരുടെ ഈ പഠനങ്ങളുടെ ഊന്നൽ. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം 1760-കൾ മുതൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് ഉള്ള അറിവ് വേഗത്തിൽ വികസിക്കാൻ തുടങ്ങി. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വേഗത്തിൽ വികസിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 1760 മുതലാണ്. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാല് emphasis of the study was on how to govern India better after arrival of the British. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഭരണം ആർക്ക് ഇവിടെ കാഴ്ചവെക്കാം? ബ്രിട്ടീഷുകാർക്ക് കാഴ്ചവെക്കാം. മാത്രല്ല നോളജ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബിഗാൻ ടു ഡെവലപ്പ് വെരി റാപ്പിഡ്ലി ഫ്രം 1716 ഓൺവേർഡ്സ്. അതായത് 1760-കളിൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ വേഗത്തിൽ വികസിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വേഗത്തിൽ വികസിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 1760 മുതലാണ്. They needed to study Indian language in order to understand India better. അതേപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ വേഗത്തിൽ വികസിക്കാൻ തുടങ്ങിയത് ഇന്ത്യയെ നന്നായി മനസ്സിലാക്കുന്നതിനും സാധാരണ ഇന്ത്യൻ ഭാഷകൾ ആവശ്യമായിരുന്നു. ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. They needed to study Indian language in order to understand India better. ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. To understand India better, ഇന്ത്യയുടെ നല്ല കാര്യങ്ങൾ, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഇന്ത്യയിലെ എന്ത് മനസ്സിലാക്കണമായിരുന്നു? ഇന്ത്യയുടെ ലാംഗ്വേജ് മനസ്സിലാക്കണമായിരുന്നു. And then second paragraph, അതായത് the view of British colonialist can be subdivided in a missionary. ഇന്ത്യൻ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയെ 2 രീതിയിലാണ് തരംതിരിച്ചത്. A missionary. It was N.B. Halhed who presented first compilation of Hindu Dharmashastra 1776. William John Colebrook were the scholars who did notable work on India and administrative view. അപ്പോ
ഇന്ത്യയെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിക് 2 കാഴ്ചപ്പാടിലൂടെ തരംതിരിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് മിഷനറീസ്. മിഷനറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് അതിൽ വരിക. മിഷനറീസിൽ വരിക ഇറ്റ് വാസ് NB Hayholt who presented first combination of Hindu Dharmashastra 1776. William John and Colebrook were the scholars who did notable work in India. ഈ ഇന്ത്യൻ മിഷനറിമാരിൽ ആദ്യമായിട്ട് ഈ ഇന്ത്യയുടെ ലാംഗ്വേജും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയത് ഏതിലൂടെയാണ്? ഹിന്ദു ധർമ്മശാസ്ത്ര എന്ന ഇന്ത്യയുടെ അതിപ്രധാനമായ ബുക്കിലൂടെയാണ്. ആര്? NB Hayholt. അപ്പൊ ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ലാംഗ്വേജ് മനസ്സിലാക്കണം. അപ്പോ അതിനു വേണ്ടി 2 രീതിയിലാണ് തരംതിരിച്ചത്, മിഷനറീസ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ ആയിട്ടും. മിഷനറീസ് വ്യൂവില് ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? NB Hayholt. ഇന്ത്യയെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയുടെ അതിപ്രധാനമായൊരു ബുക്കാണ് ഹിന്ദു ധർമ്മശാസ്ത്ര 1776. അതേപോലെ തന്നെ വില്യം ജോണും കോൾബ്രോക്കും ഒക്കെ ഈ ബുക്കിനെ ഫോളോ ചെയ്തിരുന്നു. കോൾബ്രോക്ക് തുടങ്ങിയ ആളുകളൊക്കെ ഈ പണ്ഡിതന്മാരെല്ലാം തന്നെ ഈ ധർമ്മശാസ്ത്ര ഫോളോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ എന്ന് പറയുമ്പോൾ ഭരണപരമായ വീക്ഷണം. H. Risley under whom first census of India 1872. അതായത് H. റിസ്ലിയുടെ കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് 1872 നടന്നു. H. റിസ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് നടന്നത് 1872 ആരുടെ നേതൃത്വത്തില്? റിസ്ലിയുടെ. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ 2 ആക്കിയ തിരിച്ച് മിഷനറീസ് വ്യൂവും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും ഉണ്ട്. മിഷനറീസ് വ്യൂവിൽ എന്താ നമ്മൾ പറഞ്ഞു? ഹിന്ദു ധർമ്മശാസ്ത്രം ഫോളോ ചെയ്തു. അത് പ്രസന്റ് ചെയ്തത് NB Hayholt ആണ്. പിന്നെ വില്യം ജോണും കോൾബ്രോക്കും ഒക്കെ അതിനെ പിന്തുടർന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ ഫ്രം H. Risley under whom first census of India 1872. 1872 H. റിസ്ലിയുടെ നേതൃത്വത്തില് എന്ത് നടന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തപ്പെടുകയും മാത്രല്ല who was the last census commissioner. The collected census data helped later scholars like Morgan, MC Lennon, Lubbock Taylor, Stroke and Fraser. അതേപോലെ തന്നെ അവസാനത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്ന JH ഹട്ടൺ ശേഖരിച്ച സെൻസസ് ഡാറ്റ പിൻകാലത്ത് ആരൊക്കെ കളക്ട് ചെയ്തു, ആരൊക്കെ അത് പിന്നീട് ഉപയോഗിച്ചു എന്നാ പറയുന്നത്? മോർഗനും MC ലെനനും ലുബോക്ക് ടൈലറും അതേപോലെ തന്നെ സ്ട്രോക്കും അതേപോലെ തന്നെ സ്ട്രേക്കും ഫ്രേസറും ഒക്കെ പിന്നീട് ഈ ഡാറ്റ ഫോളോ ചെയ്തിരുന്നു. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിൽ എന്താണ് പറയുന്നത്? 1872 H. റിസ്ലിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സെൻസസ് ഇന്ത്യയിൽ നടന്നു. അതിനുശേഷം JH ഹട്ടൺ അവസാനത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം കളക്ട് ചെയ്ത ഡാറ്റകൾ പിന്നീട് ആർക്ക് ഉപകാരപ്രദമായി? നിരവധി സ്കോളേഴ്സിന് ഉപകാരപ്രദമായി. ആര് കളക്ട് ചെയ്തത്? JH ഹട്ടൺ കളക്ട് ചെയ്ത ഡാറ്റകൾ. അത് ആരൊക്കെ ഫോളോ ചെയ്ത് പിന്നീട് ആർക്കൊക്കെ ഉപകാരപ്രദമായത്? മോർഗനും MC ലെനനും ലുബോക്ക് ടൈലറിനും സ്ട്രാക്കിനും ഫ്രേസറിനും ഒക്കെ ഈ ഡാറ്റ ഈ JH ഹട്ടൺ കളക്ട് ചെയ്തിട്ടുള്ള അവസാനത്തെ സെൻസസ് ഡാറ്റ ഉപകാരപ്രദമായി. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിലും പറയുന്നത്. ഇനി എന്താണ് മിഷനറീസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മിഷനറീസ് ഇൻ ഇന്ത്യ. Early 19th century saw considerable literature by missionaries on India society like Claudius Bunjamin, William Cray, William Ward and Sir John Shore condemned Hinduism and saw hope in the spread of Christianity. അതായത്
Early 19th century saw considerable literature by missionary on Indian society. ഇന്ത്യയിലെ മിഷനറിമാർ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ആരൊക്കെയാണത്? ക്ലോഡിയസ് ബുക്കാനൻ, പിന്നെ വില്യം, ഏതൊക്കെ പണ്ഡിതന്മാരാണ്? അതേപോലെ തന്നെ വില്യം ക്രേഗ്, വില്യം വാർഡ് ആൻഡ് സർ ജോൺ ഷോർ എന്നിവർ ഹിന്ദുമതത്തെ കുറിച്ച് അപലപിക്കുകയും ക്രിസ്ത്യൻ മതത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രതീക്ഷ കാണിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുകയും ഹിന്ദുയിസത്തെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഹിന്ദുയിസത്തെ അവര് അപലപിച്ചു എന്നാ പറയുന്നത്. ഹിന്ദുയിസത്തെ നിരാകരിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അതാണ് മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ മിഷനറി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്രിസ്തു മതത്തിലാണ് ഏറ്റവും കൂടുതൽ മിഷനറി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ മിഷനറിമാർ തുടക്കത്തിൽ തന്നെ ഹിന്ദു സമൂഹത്തെ കുറിച്ചുള്ള വീക്ഷണത്തെ എതിർക്കുകയും അതേപോലെ തന്നെ നിരവധി പണ്ഡിതന്മാരായിട്ടുള്ള ആരൊക്കെയാണ്? ക്ലോഡിയസ് ബുഞ്ചാമൻ, വില്യം ക്രേ, വില്യം വാർഡ്, സർ ജോൺ ഷോർ തുടങ്ങിയവർ ഹിന്ദുസയത്തെ എതിർക്കുകയും ഏതിനെ സ്പ്രെഡ് ചെയ്തു എന്നാ പറയുന്നത്? ക്രിസ്ത്യാനിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ആൻഡ് ദെൻ മിഷനറി ലൈക്ക് ആബെ ഡുബോയിസ് understand create as a Varna system which was seen as an impediment to conversion to Christianity. ആബെ ഡുബോയിസിനെ പോലുള്ള മിഷനറിമാർ ജാതിയെ ഒരു വർണ്ണവ്യവസ്ഥയായി മനസ്സിലാക്കി. എന്നിട്ട് അത് ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിന് ഒരു തടസ്സമായി കാണപ്പെട്ടു. അപ്പോ ആബെ ഡുബോയിസ് പോലെയുള്ള മിഷനറിമാർ ജാതിയെ, കാസ്റ്റിനെ എന്തായിട്ട് കണക്കാക്കി? ഒരു വർണ്ണവ്യവസ്ഥ, വർണ്ണ സിസ്റ്റമായി കണക്കാക്കുകയും മാത്രല്ല ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിന് അത് ഒരു തടസ്സമായി കാണപ്പെടുകയും ചെയ്തു. മിഷനറി ലൈക്ക് ആബെ ഡുബോയിസ് understand create as a Varna system which was seen as an impediment to conversion to Christianity. ആബെ ഡുബോയെ പോലെയുള്ള മിഷനറിമാര് എന്താണ് ചെയ്തത്? അവർ മിഷനറിമാർ ജാതിയെ ഒരു വർണ്ണവ്യവസ്ഥയായി കണക്കാക്കുകയും ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിനൊരു തടസ്സമായി കാണപ്പെടുകയും ചെയ്തു. ആൻഡ് ദെൻ ഓറിയന്റലിസ്റ്റ് ആൻഡ് മിഷനറി ആക്സെപ്റ്റഡ് ആൻഡ് അഗ്രീഡ് കോൺ 1958. 1968 ഓറിയന്റലിസ്റ്റുകളും മിഷനറി പ്രവർത്തകരുമായിട്ടുള്ള ആരൊക്കെ? ഓറിയന്റലിസ്റ്റ് ആൻഡ് മിഷനറി ആക്സെപ്റ്റഡ് ആൻഡ് അഗ്രീഡ് 1958 that religious ideas and practice underlie all social structure. They also were of the opinion Brahmin were the maintainers of the sacred tradition through their control of the knowledge of the sacred text. The Orientalists also agreed with the Brahmanical theory of four varnas. അതായത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മതപരമായ തത്വങ്ങളും ആചാരങ്ങളുമാണ് എല്ലാ സാമൂഹിക ഘടനയുടെയും അടിസ്ഥാനമെന്ന് ഓറിയന്റലിസ്റ്റുകളും മിഷനറികളും അംഗീകരിച്ചു. ഓറിയന്റലിസ്റ്റ് ആൻഡ് മിഷനറീസ് ആക്സെപ്റ്റഡ് ആൻഡ് അഗ്രീഡ് എന്ന് 1958 ദ റിലീജിയസ് ഐഡിയ ആൻഡ് പ്രാക്ടീസ് അണ്ടർ ഓൾ സോഷ്യൽ സ്ട്രക്ചർ. എല്ലാ സാമൂഹിക ഘടനയുടെയും അടിസ്ഥാനം എന്താണ് എന്നാണ് വിശ്വസിക്കുന്നത് ഓറിയന്റലിസ്റ്റുകളും മിഷനറിമാരും. ഓറിയന്റലിസ്റ്റുകളും അതേപോലെ തന്നെ മിഷനറിമാരും എന്താണ് അംഗീകരിച്ചത്? എല്ലാ മതപരമായ തത്വങ്ങളും ആചാരങ്ങളുമാണ് എല്ലാ സാമൂഹിക ഘടനയുടെയും അടിസ്ഥാനമെന്ന് ഓറിയന്റലിസ്റ്റുകളും മിഷനറിമാരും അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ ഓറിയന്റലിസ്റ്റുകളും മിഷനറിമാരും എന്താണ് അവിടെ അംഗീകരിക്കുകയും അതിനെ
എഗ്രീഡ് ചെയ്യുകയും അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തത്? മതപരമായ തത്വങ്ങളും ആചാരങ്ങളുമാണ് എല്ലാ സാമൂഹിക ഘടനയുടെയും അടിസ്ഥാനം. എല്ലാ സോഷ്യൽ സ്ട്രക്ചറിന്റെയും ബേസ് എന്ന് പറയുന്നത് എന്താണ്? റിലീജിയസും ഐഡിയാസുകളുമാണ്, പ്രാക്ടീസസുമാണ്. റിലീജിയസ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്, മതപരമായ ആശയങ്ങളും അതേപോലെ തന്നെ പ്രാക്ടീസസ് എന്ന് പറഞ്ഞ ആചാരങ്ങളുമാണ് എല്ലാ സോഷ്യൽ സ്ട്രക്ചറിന്റെയും അടിസ്ഥാനമെന്ന് ആരംഗീകരിച്ചു? ഓറിയന്റലിസ്റ്റുകളും മിഷനറികളും അംഗീകരിച്ചു. ഓറിയന്റലിസ്റ്റുകളും മിഷനറികളും എന്താണ് അക്സെപ്റ്റ് ചെയ്തത്? റിലീജിയസ് ഐഡിയാസുകളും പ്രാക്ടീസുമാണ് സാമൂഹിക ഘടനയുടെ അടിസ്ഥാനം എന്ന് ആരംഗീകരിച്ചു? ഓറിയന്റലിസ്റ്റുകളും മിഷനറികളും അംഗീകരിച്ചു. എന്ന് 1958. They also were of the opinion that Brahman were the maintainers of the sacred tradition through their control of the knowledge of the sacred text. അതേപോലെ തന്നെ പിന്നീട് അവിടെ എന്താണ് പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ നിയന്ത്രണത്തിലൂടെയാണ് ബ്രാഹ്മണർ വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ച് ബ്രാഹ്മണർക്ക് അറിയുന്നത് കൊണ്ടാണ് ബ്രാഹ്മണര് എന്തായി തീർന്നത്? വിശുദ്ധ പാരമ്പര്യങ്ങൾ പരിപാലിക്കുകയും ചെയ്യുന്നതെന്ന് ഇവിടെ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ബ്രാഹ്മണര് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ബ്രാഹ്മണര് എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്? അംഗീകരിക്കപ്പെടുന്നത് എന്നിവിടെ പ്രതിപാദിക്കുന്നു. The Orientalists also agreed with the Brahmanical theory of the four varnas. അതുകൊണ്ട് തന്നെ ഓറിയന്റലിസ്റ്റുകൾ ബ്രാഹ്മണിക്കൽ തിയറിയെ 4 വർണ്ണങ്ങളാക്കി തരംതിരിക്കുന്നു. 4 വർണ്ണ ഏതൊക്കെ വർണ്ണ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോ ബ്രാഹ്മണരെ എല്ലാവരും അംഗീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ബ്രാഹ്മണരെ സൊസൈറ്റിയുടെ ഒരു അപ്പർ ക്ലാസ് ആയി പരിഗണിക്കാനുള്ള കാരണം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ബ്രാഹ്മണരായത് കൊണ്ടാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്? ഓറിയന്റലിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഓറിയന്റലിസ്റ്റുകൾ എന്ത് അഗ്രീഡ് ചെയ്യുന്നു? ബ്രാഹ്മണിക്കൽ തിയറി ഓഫ് ദ ഫോർ. ബ്രാഹ്മണിക്കൽ തിയറിയിൽ 4 വർണ്ണങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇത്രയും കാര്യങ്ങളാണ് മിഷനറീസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എടുക്കാനുള്ളത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ ആട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ ജസ്റ്റ് നമ്മുടെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യമായി സെൻസസ് എടുത്തത് ആരാണ്? H.H. റിഫ്ലിയാണ് 1872. അതിനുശേഷം അവസാനത്തെ സെൻസസ് എടുത്തത് J.H. ഹട്ടനാണ്. J.H. ഹട്ടനെ ഫോളോ ചെയ്തിട്ട് പിന്നെ ആരൊക്കെ വന്നു? മോർഗാനും മസ്ലനും ലുബോക് ടൈലറും സ്ട്രോക്കും പ്രേസറൊക്കെ വന്നു. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിൽ ഷോർട്ടായിട്ട് പറയാനുള്ളത്. ഇനി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന ഞാൻ പറഞ്ഞു മിഷനറീസ് വ്യൂവും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും ഉണ്ട് പറഞ്ഞു. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. The interpretation of Indian society by the administrators trained in British University and indoctrinated by practical scientific rationalism were more realistic and were largely based on facts on the ground. അതായത് the interpretation of Indian society. The interpretation of Indian society by the administrators trained in British University and indoctrinated by practical scientific rationalism were more realistic and were largely based on fact on the ground. അതായത് ഇവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ എന്നതുകൊണ്ട്, ഭരണപരമായ വീക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബ്രിട്ടീഷ് സർവകലാശാലകളിൽ ട്രെയിൻഡ് പറഞ്ഞ പരിശീലനം നേടിയ, ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പരിശീലനം നേടിയ പ്രായോഗിക ശാസ്ത്രയുക്തിവാദത്താൽ പ്രചോദിതരായ ഭരണാധികാരികൾ ഇന്ത്യൻ സമൂഹത്തെ വ്യാഖ്യാനിച്ചത് കൂടുതൽ യാഥാർത്ഥ്യ ബോധമുള്ളതും പ്രധാനമായും അടിസ്ഥാന വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരുന്നു.
the interpretation of Indian society by the administrators trained in British University and indicated in doctrined by practical scientific rationalism were the realistic and were largely based on fact on the ground. അതായത് ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പരിശീലനം നേടിയ പ്രായോഗിക ശാസ്ത്രയുക്തിവാദത്താൽ പ്രചോദിതരായ ഭരണാധികാരികൾ ഇന്ത്യൻ സമൂഹത്തെ വ്യാഖ്യാനിച്ചത് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും റിയലിസ്റ്റിക് ആയിട്ടും പ്രധാനമായും അടിസ്ഥാന വസ്തുക്കളെ അടിസ്ഥാനമാക്കിയായിരുന്നു. റാഷണലിസ്റ്റിക് ആയിട്ടാണ് ഇന്ത്യൻ സമൂഹത്തെ വ്യാഖ്യാനിച്ചത്. ആര്? ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ യോഗ്യത നേടിയ ആളുകൾ. അപ്പോൾ ബ്രിട്ടീഷ് സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നേടിയ പ്രായോഗിക വിദ്യാഭ്യാസം നേടിയ യുക്തിവാദത്താൽ പ്രചോദിതരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്സ് ഇന്ത്യൻ സമൂഹത്തെ വ്യാഖ്യാനിച്ചത് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും പ്രധാനമായും അടിസ്ഥാന വസ്തുക്കളെ അടിസ്ഥാനമാക്കിയായിരുന്നു. Their purpose was to understand India in order to exploit its resources. മാത്രമല്ല, ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനായി ഇന്ത്യയെ മനസ്സിലാക്കുക. ഇന്ത്യയുടെ വിഭവങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഇന്ത്യൻ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതായി മനസ്സിലാക്കുക. ആൻഡ് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫാണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിലെ സെക്കൻഡ് പാരഗ്രാഫ്. British scholarly administrators posted in different parts of India, for example, Ripley, Dalton, and O'Malley in East India. Crookes in Northern India brought detailed account on the tribes and caste of India, which even today provide the basic information about the life and culture of the people of the perspective region. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായ ബ്രിട്ടീഷ് പണ്ഡിതരായിട്ടുള്ള ഭരണാധികാരികൾ, ഫോർ എക്സാമ്പിൾ ആരാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായ ബ്രിട്ടീഷ് പണ്ഡിതരായിട്ടുള്ള ഭരണാധികാരികൾ. ബ്രിട്ടീഷ് സ്കോളർലി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പോസ്റ്റഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് പണ്ഡിതരായിട്ടുള്ള ഭരണാധികാരികൾ. ഉദാഹരണത്തിന് ആരൊക്കെയാണ് ആ ഭരണാധികാരികള്? റിഫ്ലി, ഡാൾട്ടൺ, ഒമാലി, വടക്കേ ഇന്ത്യയിലെ ക്രൂക്കിക്സ്, അതേപോലെ തന്നെ എന്നിവർ ഇന്ത്യയിലെ ഗോത്രങ്ങളെയും ജാതികളെയും കുറിച്ച് വിശദമായ വിവരണങ്ങൾ എഴുതി. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമിതരായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരൊക്കെ? റിഫ്ലി, ഡാൾട്ടൺ, ഓമലി, അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യയിലെ ക്രൂക്സ്, ഓമലി ഇൻ ഈസ്റ്റ് ഇന്ത്യ, ക്രൂക്ക് ഇൻ നോർത്ത് ഇന്ത്യയിലെ ക്രൂക്സ് എന്നിവർ റൈറ്റ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓൺ ദ ട്രൈബ് ആൻഡ് കാസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ട്രൈബൽസിനെ കുറിച്ചും ജാതിയെ കുറിച്ചും അവരെന്ത് എഴുതി? ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി എന്നാണ് വിവരണങ്ങൾ എഴുതി. മാത്രമല്ല, which even today provide the basic information about the life and culture of the people of the perspective region. അവ ഇന്നും പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നു. ഈ എഴുതിയ ആളുകളുടെ വിവരണങ്ങൾ ഇന്നും എന്തിന് സഹായകമാണെന്നാ പറയുന്നത്? ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ നൽകാൻ ഏത് സഹായിക്കുന്നു? ഇവരെഴുതിയ വിവരണം സഹായിക്കുന്നു. അപ്പൊ റിഫ്ലിയും ഡാൾട്ടനും അതേപോലെ തന്നെ പിന്നെ ആരാണ്? ഓമലിയും ക്രൂക്സ് ഒക്കെ എഴുതിയ വിവരണങ്ങൾ നമുക്ക് എന്ത് നൽകാൻ കാരണമാകുന്നു? ട്രൈബൽസിന്റെ ജീവിതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അറിവ് നൽകാൻ സഹായകമാകുന്നു. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവില് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അതിൽ കാസ്റ്റ് ആൻഡ് സെൻസസ് എന്താ നോക്കാം. ആ ഒരു ബോക്സിൽ കാണാം കാസ്റ്റ് ആൻഡ് സെൻസസ്. കാസ്റ്റ് ആൻഡ് സെൻസസ് എന്നുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. The exercise census undertaken by the British also
ഷേപ്ഡ് ആൻഡ് ലെഡ് സ്ട്രെസ് ഓൺ ദ സിസ്റ്റം ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ നടത്തിയ സെൻസസ് പ്രക്രിയയിലാണ് ഏതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? കാസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിക്കോളാസ് ഡിർക്ക് ഇൻ ദിസ് ബുക്ക് കാസ്റ്റ് ഓഫ് ദ മൈൻഡ്. നിക്കോളാസ് ഡിക്കിന്റെ ഏത് ബുക്കിലൂടെയാണ് കാസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? കാസ്റ്റ് ഓഫ് ദ മൈൻഡ് എന്ന പ്രധാനപ്പെട്ട പുസ്തകത്തിലൂടെ കാസ്റ്റിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. നിക്കോളാസ് ഡിക്കിന്റെ കാസ്റ്റ് ഓഫ് ദ മൈൻഡ് എന്ന ബുക്കിലൂടെ കാസ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. കൊളോണിയലിസം ആൻഡ് മേക്കിംഗ് ഓഫ് മോഡേൺ ഇന്ത്യ 2001 argues that before the British arrived, Indian society highly fragmented into communal grouping, and it was Portuguese who first suggested caste as a social information. അതേപോലെ കാസ്റ്റിനെ കുറിച്ചൊരു സാമൂഹിക അറിവ് നൽകപ്പെട്ടത് ഏതിലൂടെയാണ്? കൊളോണിയലിസം ആൻഡ് മേക്കിംഗ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് കാസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകാൻ കാരണമായത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു ബ്രാഹ്മിൻസ് കാസ്റ്റ് ക്ലൈമറ്റ് ഇൻഫർമേഷൻ ഗാദേഴ്സ് അമംഗ് അതേഴ്സ്. കാസ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, ജാതി വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആരായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നു. അപ്പൊ കാസ്റ്റും സെൻസസും എന്താ എന്നാണ് ആ ബോക്സിൽ വ്യക്തമാക്കി തരുന്നത്. ജാതി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഏതിലൂടെയൊക്കെയാണ് എന്നാ പറയുന്നത്? നിക്കോളാസ് ഡർക്കിസിന്റെ പ്രധാന ബുക്കായിട്ടുള്ള കാസ്റ്റ് ഓഫ് മൈൻഡിലൂടെയും അതേപോലെ തന്നെ കൊളോണിയലിസം ആൻഡ് മേക്കിംഗ് ഓഫ് മോഡേൺ ഇന്ത്യ തുടങ്ങിയ പ്രധാനപ്പെട്ട ബുക്കുകളിലൂടെയാണ് ജാതി വ്യവസ്ഥതയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ദ നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ കാഴ്ചപ്പാടുകൾ എന്തൊക്കെ? ദ നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. ആഫ്റ്റർ ദ ഇൻഡോളജിക്കൽ ആൻഡ് കൊളോണിയൽ വ്യൂ, ലെറ്റ് us now look at the nationalist view of India. Before British come to India, it was divided in various small state, principality and dynastities. അതായത് ആഫ്റ്റർ ദ ഇൻഡോളജിക്കൽ ആൻഡ് കൊളോണിക്കൽ വ്യൂ, ഇൻഡോളജിക്കൽ ആൻഡ് കൊളോണിക്കൽ വ്യൂവിന് ശേഷം let us now look at the nationalist view of India. അതായത് കൊളോണിയലിസ്റ്റ് വ്യൂവിനും ഇൻഡോളജിക്കൽ വ്യൂവിനും ശേഷം ഇന്ത്യയിൽ ഒരു നാഷണലിസ്റ്റിക് വ്യൂവ്, ദേശീയമായ കാഴ്ചപ്പാട് ഉയർന്നു വന്നു. ഇൻഡോളജിക്കൽ ആൻഡ് കൊളോണിയലിസ്റ്റ് വ്യൂവിന് ശേഷം, ആഫ്റ്റർ ദ ഇൻഡോളജിക്കൽ ആൻഡ് കൊളോണിയൽ വ്യൂവ്, കൊളോണിയലും ഇൻഡോളജിക്കൽ വ്യൂവിന് ശേഷം ഇന്ത്യയിൽ ഒരു എന്ത് ഉയർന്നു വന്നു എന്നാ പറയുന്നത്? ഒരു നാഷണലിസ്റ്റ് വ്യൂവ് ഉയർന്നു വരികയും ബ്രിട്ടീഷ് കം ടു ഇന്ത്യ, ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ വാല്യൂസ്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാര് ഇന്ത്യയെ രണ്ട് രീതിയിൽ തരംതിരിച്ചു. സ്റ്റേറ്റിനെ പ്രിൻസിപ്പാലിറ്റി ആൻഡ് ഡൈനാസിറ്റി. അപ്പൊ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ രണ്ട് രീതിയിൽ തരംതിരിച്ചു, പ്രിൻസിപ്പാലിറ്റീസും അതേപോലെ തന്നെ ഡൈനാസ്റ്റി ആയിട്ടും. ഡു ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ്, ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിലീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്തായിട്ട് അറിയപ്പെടുന്നത്? റീജിയൻ. ഇവിടെ റിലീജിയനും കൾച്ചറും ലാംഗ്വേജും അതേപോലെ തന്നെ റീജിയൻ എന്ന് പറഞ്ഞ പ്രദേശം, റിലീജിയൻ എന്ന് പറഞ്ഞ മതം, രണ്ടും രണ്ടാണ്. പിന്നെ ഡ്യൂ ടു ഈസ് ഡൈവേഴ്സിറ്റി, ഇവിടുത്തെ വൈവിധ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിലീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് റീജിയൻ. ഇറ്റ് വാസ് വൈഡ്ലി ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ കനോട്ട് ഫ്രം നാഷൻ ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് കോമൺ കൾച്ചർ, ലാംഗ്വേജ് ഓർ കോമൺ ഹിസ്റ്ററി, റാദർ ഇറ്റ് ഹാഡ് ടു മെനി ഡൈവേഴ്സിറ്റി. നമ്മളുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു പൊതുവായ സംസ്കാരവും പൊതുവായ ഭാഷയും പൊതുവായ ചരിത്രവുമാണ്. കോമൺ കൾച്ചറും കോമൺ ലാംഗ്വേജും കോമൺ ഹിസ്റ്ററിയുമാണ് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഈ നാഷണലിസ്റ്റ് വ്യൂവിനെ പ്രധാനമായും 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ,
The British brought various diverse sections of Indian society under a singular administrative purview, as well as introduced various modern institutions such as bureaucracy, Western education, law, modes of communication, printing press. അതായത് the British brought various diverse sections of Indian society under singular administrative purview. ഇന്ത്യയിൽ ഒരു സിംഗുലർ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉണ്ടായിരുന്നത്. മാത്രല്ല അതുപോലെ ഇന്ത്യയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തുടങ്ങി? മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്യൂറോക്രസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ലോ, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രിന്റിംഗ് പ്രസ്. അപ്പോ നാഷണലിസ്റ്റ് വ്യൂവില് ബ്രിട്ടീഷ് ആശയങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർവ്യൂ രൂപം കൊള്ളുകയും അതിലൂടെ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനും ബ്യൂറോക്രസിയും വെസ്റ്റേൺ എഡ്യൂക്കേഷനും ലോയും മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ടഡ് ചെയ്തു. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, the exploitative colonial system under British gave rise to anti-colonial movement. എക്സ്പ്ലോയിറ്റേറ്റീവ് എന്താ? എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം. ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആരംഭിച്ചു. ബ്രിട്ടീഷ് എതിർ പ്രസ്ഥാനം ആരംഭിച്ചു. ദ എക്സ്പ്ലോയിറ്റേറ്റീവ് കൊളോണിയൽ സിസ്റ്റം അണ്ടർ ബ്രിട്ടീഷ് ഗേവ് റൈസ് ടു ആന്റി കൊളോണിയൽ മൂവ്മെന്റ്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെ ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആരംഭിച്ചു. മൂന്നാമത്തെ പോയിന്റ് ആണ്, the founders of modern Indian nation created to bind those diversity such as common flag, national song and anthem. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒരു മോഡേൺ ഇന്ത്യൻ നാഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്തൊക്കെയാണ്? കോമൺ ഫ്ലാഗ്, നമുക്കൊരു ദേശീയ പതാകയും നാഷണൽ സോങ്ങും രൂപം കൊണ്ടു. ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ നാഷൻ ക്രിയേറ്റഡ്. ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? കോമൺ ഫ്ലാഗും നാഷണൽ സോങ് ആൻഡ് ആന്തം. നാലാമത്തെ പോയിന്റ് ആണ്, ദ കണ്ടക്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആസ് ഒപ്പോസ്ഡ് ടു യൂറോപ്യൻ മോഡൽ ഓഫ് നാഷണലിസം, ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൾസോ പ്ലേഡ് എ ബിഗ് റോൾ. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയത യൂറോപ്യൻ മോഡലിനെ എതിർക്കുകയും ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. ആന്റി കൊളോണിയൽ മൂവ്മെന്റ് പറഞ്ഞാൽ കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ദ കണ്ടക്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആസ് ഒപ്പോസ്ഡ് ടു യൂറോപ്യൻ മോഡൽ. ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയത യൂറോപ്യൻ മോഡലിനെ എതിർക്കുകയും ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കുകൾ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ കൊളോണിയൽ പീരിയഡ്, ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ, കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യയിൽ വരുന്നതാണ് മിഷനറീസിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയറേഷൻ നടത്താം. ഓക്കെ.